നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഇന്ന് 3 ടൈപ്പ് സാരി കാണിക്കുന്നത്. ഒന്ന് അജ്രക്ക് പ്രിൻ്റ് വരുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കണ്ട മൊഡാളാണേ തോന്നത്തുള്ളൂ, മൊഡാളല്ല, അജ്രക്കാണ്. ഇതിൻ്റെ ഷോൾസ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. റയോണിൽ അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഷോൾസ് ഇറങ്ങിയിട്ടുണ്ട്. സാരി ആയിട്ട് വന്നിട്ടില്ലായിരുന്നു, സാരി ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഒരു സെമി മൊഡാൾ സാരി, ഒരു സെമി ജൂട്ട് സാരി. ഇത്രയും സാരി കാണിക്കുന്നത്. കുറച്ച് സാരി കാണിക്കാം, വളരെ കുറച്ച് സാരി. നല്ല ഭംഗിയാണ് എടുത്തു കഴിഞ്ഞാൽ. കോട്ടൺ അല്ല, റയോണാണ് മെറ്റീരിയൽ. ഇതിൻ്റെ ഷോൾ ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നരസം നോക്ക്. ഷോളിന് 650-750 രൂപയായിരുന്നു റേറ്റ് ഷോളിന്. ഇത് നമുക്കുണ്ടല്ലോ, സാരി ഉടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കബോർഡിൽ വെച്ച് അവിടെ വിശ്രമിക്കാനിരുത്തും. അങ്ങനെ വിശ്രമിക്കാനിരുത്താതെ ഇതിനെ എടുത്ത് ചുരിദാർ സെറ്റാക്കി മാറ്റുവാണെങ്കിൽ നല്ലതാണ്. ഡെയിലി ഇടാനും കൊള്ളാം, ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഇതുണ്ടോ, ഇതിൻ്റെ മുന്താണി കാണിക്കേ, ഇത്രയേ കാണിക്കുന്നുള്ളൂ. വീഡിയോ എടുപ്പ് ഭയങ്കര ശോകം. ഇതാണ് സാരി. പ്രിന്റ് ചെയ്യണ്ടേ, ഇങ്ങനെ ഇരിക്കും. ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇത്. നല്ല വ്യക്തമായിട്ടും വൃത്തിയായിട്ടും കാണണം. മുന്താണി, ബ്ലൗസ് കാണിക്കാം. ഇനി ഇത് വരും ബ്ലൗസ്. കണ്ടോ, നല്ല രസമല്ലേ, നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്. ഇത് പിന്നെ പറഞ്ഞത് ഡബിൾ വർത്താണ്. കാരണം ഇത് സാരിയായിട്ട് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞ് മടുത്തു. ഇനി 2-3 സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിനി അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ എടുത്തുകൊണ്ട് പോയി, ഈ ചിന്ത വരുമ്പോൾ എല്ലാം എടുക്കണം. എടുത്ത് കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കൂ, ചുരിദാർ തയ്ക്കൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ വെച്ച് നല്ല പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഉടുക്കാനാണ് ഏറ്റവും സുഖം. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇത് ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ വേനൽക്കാലമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ, ഉത്സവമോ പെരുന്നാൾ അല്ലെങ്കിൽ കല്യാണം ഇതിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നെടുകൊണ്ട് കൊണ്ടുപോകാം. ഇതിപ്പോൾ ഡാർക്ക് പർപ്പിളാട്ടോ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡാർക്ക് പർപ്പിളാണ് ബേസ് കളർ. പിന്നെ അജ്രക്ക് പ്രിന്റ്. എന്താണ് കൂട്ടിയെടുക്കണേ, ഞാൻ ഗീവ് അവേ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയില്ല കേട്ടോ. ഇടയ്ക്ക് പകുതി ദിവസം വീഡിയോ ഇല്ലാതെ വരും. ഗീവ് അവയുടെ കാര്യമേ മറന്നു പോകും. തലക്കൂടെ 10,000 കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗീവ് അവേ തീർന്നിട്ടില്ല, അത് ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. അത് സീരിയസ് ആയിട്ട് എടുത്ത ആൾക്കാരും ഉണ്ട്. ആരുടെയൊക്കെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് ഇത് അയച്ചു വരുന്നതിൻ്റെ എനിക്ക് അയച്ചു തരും. അപ്പം അത് കമൻറ്റിനൊരു കമൻറ്റിനൊരു പ്രൈസ്, സബ്സ്ക്രൈബ് ചെയ്തതിന് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിന് വേറൊരു 1000 രൂപയുടെ സാരി സമ്മാനം. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെ വാഷിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. നിങ്ങൾ കളർ ഗാർഡിൽ മുക്കി വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്യുക. ഒന്നുകിൽ അതൊന്നും പറ്റത്തില്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക. കളർ ഗാർഡിൽ മുക്കി ഒരു കളർ ഗാർഡ് മേടിക്കുക. എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും സ്റ്റേഷനറി കടകളിലും കിട്ടും. അപ്പോൾ ഈ സാരി മുക്കാനായിട്ടുള്ള അത്രയും വെള്ളം എടുക്കുക. അതിനകത്ത് അതിനുള്ള ആവശ്യം, നമ്മളിപ്പോൾ സ്റ്റാർച്ചൊക്കെ ചെയ്യില്ല, അത്ര ആവശ്യത്തിനുള്ള കളർ ഗാർഡ് എടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തും ഇത് കളർ ഗാർഡ് എത്തണം. അങ്ങനെയുള്ള രീതിയിൽ വലിയ പാത്രം എടുത്തിട്ട് എന്നിട്ട് മുക്കി പൊക്കി പിഴിയരുത്, സ്പിൻ ചെയ്യരുത്, അതേപടി വിരിച്ചിടുക. മുക്കി എടുത്തിട്ട് വിരിച്ചിടുക. അപ്പോൾ കളർ ഗാർഡാൽ പ്രൊട്ടക്റ്റഡ് ആവും. എന്നിട്ട് പിന്നീട് ഷാമ്പു വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു ഡ്രൈ വാഷ് കൊടുത്താൽ മതിയെന്നേ. ഇപ്പോൾ ഡ്രൈ വാഷ് കൊടുക്കുന്ന ഏറ്റവും എളുപ്പം. ഇതിപ്പോൾ ഇല്ലേ, നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണേ, എല്ലാം ഡാർക്ക് കളറുകളാണ്. ബ്ലൗസ് വരുന്നു, ഇത് വരും. ഏത് കളറും ആർക്കും ചെയ്യും. ഈ അജ്രക്ക് പ്രിന്റിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരല്ലേ. ഹായ് ചില്ലി റെഡ്. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എടുത്തെടുത്തോണ്ട് ഞാൻ പോയി കേട്ടത്. ബ്ലൗസും കൂടെ തയ്ച്ച് ഈ റെഡിമെയ്ഡ് ബ്ലൗസ് പറ്റത്തില്ല. ഇതിൻ്റെ ബ്ലൗസ് തന്നെ ഇടണം, എന്നാലേ അത് ശരിയാവുള്ളൂ കേട്ടോ. മനസ്സിലേ, ഡാർക്ക് ചില്ലി റെഡ് ബ്ലൗസ് വന്നിട്ട് ദേണ്ടത്. ഇനി നമ്മുടെ സെമി മോഡൽ സാരി കാണിക്കാം. പ്രിന്റഡ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുന്നത് കാണിക്കുന്നത് ഇതല്ലേ, പ്ലെയിൻ ആൻഡ് അറ്റത്ത് ബോർഡർ ഉള്ളതല്ലേ കാണിക്കുന്നത്. ഈ പ്രാവശ്യം അങ്ങനത്തെ അല്ല, പ്രിന്റഡ്.
ഇങ്ങനെ മാംഗോ പ്രിൻ്റാണ്, കണ്ടോ മാംഗോ പ്രിൻ്റ്. പ്യുവർ മൊഡാളെന്ന് വെച്ചാൽ ഒരു 30-40% മൊഡാളുള്ളൂ കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്യുവർ മൊഡാളിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് ഇതേ അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഡിസൈനാണ് പ്രിൻ്റ്. ഇപ്പോൾ സെമി മോഡാൾ ഇറങ്ങി ഇപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി പേർക്കും സെമി മോഡാൾ മതി. കാരണം റേറ്റ് എന്ന് പറഞ്ഞാൽ ആനയാടും തമ്മിലുള്ള അന്തരം ഉണ്ടല്ലോ, അത് നോക്കുമ്പോഴേ ശരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്യുവറിന് അതിൻ്റെതായ ഒരു ഭംഗി, ഇതിന് കാശ് പോകാത്തതിൻ്റെ ഭംഗി. എന്തായാലും ഭംഗിയാന്ന് കൂട്ടിയാൽ മതി, എല്ലാം ഭംഗിയാണ്. ഗ്രീൻ ഒന്നാണ് വന്നിട്ട് ഞാൻ ക്യാമറയിൽ നോക്കി ചിരിച്ചതാണ്. ഓ എൻ്റെ പൊന്നു, ഗൗരവം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കുത്തിട്ട് കൊടുക്കാൻ നോക്കും അല്ലേ? അല്ലേ എന്നെ കേട്ടിട്ട് ഞാൻ ഈ അല്ലേ ചോദിക്കുന്നത്. ഇപ്പൊ എന്നോട് തിരിച്ചു ചോദിക്കല്ലേ, വിദ്യ എന്തിനാ ഞങ്ങളോട് അല്ലേ ചോദിക്കുന്നേ? അല്ലേ ചോദിച്ചെന്ന് വെച്ചാൽ എന്തിനാ ഗൗരവം അല്ലേ? എനിക്കുണ്ട് കേട്ടോ. നമുക്ക് വേറെ വേറെ പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചന കയറുമ്പോൾ ഗൗരവമൊക്കെ വരും. ഗൗരവവും ദേഷ്യവും. നല്ല ബ്ലാക്ക് 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 ബ്ലാക്ക്. ഞാനിപ്പോൾ ഇട്ട ട്യൂൺ ഏതിൻ്റെയാണെന്ന് അറിയോ? ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് കേട്ടിട്ടുണ്ടോ? ഏത് സിനിമയാണെന്ന് അറിയാം? മഹേഷിന്റെ പ്രതികാരം. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ, എല്ലാം ഡാർക്ക് ഷെയ്ഡാണ്. ഇത് പിന്നെ എങ്ങനെ വേണേൽ നിങ്ങൾ യൂസ് ചെയ്തോ. നിങ്ങൾ പ്യുവർ മോഡലിന് കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും അതിന് കൊടുത്തിട്ടും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ സാധാരണക്കാരാണ്, കുഴപ്പമില്ല. അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് കയറി അങ്ങോട്ട് മോശപ്പെട്ട് പോകത്തില്ല. ഏതാ ഈ മോഡാണ്? തന്നെയാണ് പറഞ്ഞു കേട്ടോ, സാധാരണക്കാരാണ്. സെമി ജൂട്ട് ഇത് വരും. ബോർഡർ, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും. ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇതുണ്ടല്ലോ, ഇത്രയും പോർഷനിൽ ഈ ഒരു പ്രിന്റ് ഡൗൺ ആയിട്ട് അത് ഉണ്ട്. അവിടെ അങ്ങ് തെളിഞ്ഞ് ഈ താഴോട്ട് വരുന്ന ഭാഗത്താണ് പ്രിന്റ് ഭയങ്കരമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത്. പിന്നെ സെൻറ്ററിൽ വരുന്നത്, അത് കഴിഞ്ഞ് താഴോട്ട് വീണ്ടും അങ്ങനെ തന്നെ മുണ്ടാടി വന്നിട്ട് ഇങ്ങനെ. ഇത് വരും ബ്ലൗസ്. കണ്ടോ ആ ഒരു ജൂട്ടിൻ്റെ ആ ഒരു സ്റ്റഫ് കറക്റ്റായിട്ട് കണ്ടോ? പ്യുവർ ജൂട്ടല്ല, സെമി ജൂട്ട്. ആകാശം പാടുമ്പോൾ ഇത് കൊള്ളാലോ. ഇത് ഇതിൻ്റെയൊക്കെ കളർ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു സൈസ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ, അങ്ങനെ പറയാൻ മതി. റേറ്റ് എത്രയായിരുന്നു നോക്കട്ടെ? 1270 രൂപ. സെമി ജൂട്ടാട്ടോ. പ്യുവർ ജൂട്ടിനൊക്കെ അറിയാമല്ലോ, 5000-5000 ഒക്കെ ആവും വില. പ്യുവർ ജൂട്ടിൻ്റെ ഇങ്ങനെ ലിൻഡ് പെട്ടെന്ന് പോകും ചെയ്തു. ബ്ലൗസ് പ്ലെയിൻ പീച്ചല്ല സോറി, ഈ ഒരു ഷെയ്ഡ്. അതായത് ഇതിൻ്റെ ഡിസൈനെ കൂടെ പോയിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. പച്ചയും ചുവപ്പും. ചുവപ്പല്ലേ, പീച്ചല്ലേ? ഡാർക്ക് പീച്ചല്ലേ? ആ ഡാർക്ക് പീച്ച് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ റെഡും ഇവിടെ പീച്ചുവാ. അല്ലേ ബ്ലൗസ് ഇത്
ഇരി. ഇതിൻ്റെയൊക്കെ കളർ പറയാൻ മസ്റ്റാർഡിൻ്റെയോ ചോക്ലേറ്റിൻ്റെയോ എല്ലാം കൂടെ കൂടി ഒരു ഡബിൾ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇവിടുത്തെ ബോർഡറിന് ഇത് കണ്ടോ ഇത്രയും വീതിയുണ്ട്. താഴെ വരുന്ന ബോർഡറിന് മുകളിലൊരു ടെമ്പിൾ ബോർഡറുമായിട്ട് മിക്സ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, കണ്ടു കണ്ടു. എന്താണ് ഇത്? ബ്ലൗസില്ലേ ഇത് വരും ബ്ലൗസ് ഈ ബോർഡറുമായിട്ട്. അങ്ങനെ സൈഡ് വീതി കുറഞ്ഞ ബോർഡറും ഉണ്ട്, ഇപ്പോഴത്തെ സൈഡ് വീതിയുള്ള ബോർഡറും ഉണ്ട്. അപ്പോൾ കമൻസ് ഒക്കെ അയയ്ക്കുക. വാലിഡ് ആയിട്ടുള്ള ബെസ്റ്റ് കമൻറ്റിന് പ്രൈസ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേ എന്നാ പറയുക, പറയാൻ എല്ലാം മറന്നു പോകുന്നേ. എനിക്ക് വേറെ തലക്കൂടി ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ കിടക്കും. അതുകൊണ്ടുണ്ടല്ലോ അങ്ങ് കറക്റ്റ് ഒന്നും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വലിയ കാര്യം വല്ലതും ഉണ്ടോ? അതും ഇല്ല. അതാണ് ഏറ്റവും വലിയ രസം. നല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പറയാനെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റ.